ഹായ്, ഇത് ഞങ്ങളുടെ മണികണ്ഠൻ സാറ്. ഞങ്ങൾ മണികണ്ഠൻ ബായ് എന്ന് വിളിക്കും. ഇത് അവരെ 2 മക്കൾ, മൂത്തോള് ചെറിയോള്, ഇത് ശ്രുതി. മണികണ്ഠൻ ബായ്, പിന്നെ നിങ്ങളാണ് പിന്നെ എങ്ങനെ നമ്മളിപ്പോൾ ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി അല്ലേ? അതെ അതെ, ഒരു 3 കൊല്ലം മുമ്പ് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടതാണ്. നമുക്ക് വീട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതെ, അപ്പം എല്ലാ വെച്ച് നോക്കുമ്പോഴും നിങ്ങളുടെ വീഡിയോസും അട്രാക്റ്റീവായിട്ടും ഒരു ഡിഫറൻറ്റ് ഉണ്ടായിരുന്നു. എല്ലാറ്റിലും ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള തീരുമാനം എടുത്തത്. ഒരു ദുബായിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് നിങ്ങൾ ബിസി ആയി പോയി, നടന്നില്ല. പിന്നീട് നാട്ടിൽ വന്നു, കണ്ടുമുട്ടി. ഒരു 10 ദിവസത്തിനകത്ത് പ്ലാൻ ഓക്കെ ആക്കി. അത് മെയിനായിട്ട് പറയാനുള്ളത്, ഈ ഫ്ലാറ്റ് നമ്മുടെ സ്ഥലം നിൽക്കണത് പറഞ്ഞു കഴിഞ്ഞാൽ 2 തട്ടായിട്ടാണ് നിൽക്കുന്നത്. ആദ്യം കുറച്ച് ബിൽഡേഴ്സ് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പണ്ട്, ഒരു ഐഡിയാസ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർ പറഞ്ഞ ഡിസൈൻസും വന്ന ഫസ്റ്റ് സ്റ്റേജിൽ വാതിൽ തുറന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ പാടെ പറഞ്ഞത് മുകളിൽ വീട്, താഴെ തോട്ടം. മീൻസ് ആ കോൺസെപ്റ്റ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം തന്നെ ഫസ്റ്റ് ഷോട്ട് തന്നെ അതായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹീറോന്റെ എൻട്രി പോലെ ആയിരുന്നു. പക്ഷേ അത് ദൈവനിമിത്തട്ടോ. കാരണം നമ്മൾ അങ്ങനെ പറയാനുള്ള മെയിൻ കാരണം പറഞ്ഞാല്, നമ്മളിവിടെ വന്നിട്ട് ഇത് നിങ്ങളുടെ സ്ഥലമാണ്, 10 സെന്റ് സ്ഥലം നീളത്തിൽ. ഇത് നിങ്ങളുടെ സ്ഥലമാണ്, 10 സെന്റ് രണ്ടാമത് വാങ്ങിയ സ്ഥലമാണ്. ഞാൻ വന്ന് നോക്കിയത് ആ ഭാഗത്തുനിന്നാണ്. ആ ഭാഗത്തുനിന്ന് വ്യൂവിൽ വന്നപ്പോ ഇത് താഴ്ന്ന തട്ടും ഇത് ഉയർന്ന തട്ടാണ്. അങ്ങനെ നമ്മളത് ഈ ഒരു ഡിസൈനിലേക്ക് വന്നിട്ടോ. സത്യം പറഞ്ഞാല് ഞാൻ ചെയ്ത ഒരുപാട് വർക്കുകൾ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഇത് ടോട്ടൽ 2800 സ്ക്വയർ ഫീറ്റാണ്. അതായത് 2400 സ്ക്വയർ ഫീറ്റ് അടുത്ത് വീട് വന്നു. കോർട്ട്യാർഡ് സെപ്പറേറ്റ് നമ്മള് ലാസ്റ്റ് സമയത്ത് ഉള്ളിലേക്ക് വന്നു. പിന്നീട് കാർ പോർച്ച് വന്നു. ഇതൊക്കെ വന്നപ്പോ 2800 സ്ക്വയർ ഫീറ്റ് ആയി. ഒരാള് പറഞ്ഞാൽ വിശ്വസിക്കില്ല, 2800 സ്ക്വയർ ഫീറ്റ് ആണ്. ഒരു 3500 മതിപ്പ് എത്തിയപ്പോൾ ഇവിടെ വീട് കൂടുതലിന് ആൾക്കാർ ഫ്രണ്ട്സ് ഒക്കെ വന്നപ്പോ എല്ലാരും പറഞ്ഞത് 4000 നിയർ ബൈ ആയിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞ ഒരു 2800 3000 താഴെയാണ് പറഞ്ഞപ്പോ ആരും വിശ്വസിക്കുന്നില്ല. പിന്നെ നമ്മുടെ അതെ, അതൊരു ഒരു ഗ്രീനിൽ സിംഗിൾ ഷീറ്റ് ചെയ്തപ്പോ ഇതിന്റെ ഒരു ഏറ്റവും ഭംഗി നിങ്ങളുടെ ഒരു ഇത് പറഞ്ഞാല് അല്ലേ, ലൊക്കേഷൻ ആയിട്ട് മഴ പെയ്യുന്ന സമയങ്ങളിലുള്ള ഒരു ഭംഗി തന്നെയാണ് ഏറ്റവും ഉള്ളത് കേട്ടോ. എന്നാലും ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇവരെന്നെ പറയും. ഇവരെ നാച്ചുറൽ രീതിയിൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇതൊക്കെ ചെയ്തേക്കുന്നത്. അപ്പൊ ഇവര് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇവരെന്നെ പറയട്ടെ. അതെ, നമ്മൾ കോൺട്രാക്ട് കൊടുത്തതിന് A to Z ഫോർമാറ്റിലാണ് കൊടുത്തത്. നമുക്കൊന്നും അറിയേണ്ടി വന്നില്ല. ഏത് സിറ്റുവേഷനിലും നമ്മളൊരു പ്രഷറിലാക്കിയിട്ടേ ഇല്ല ഇതുവരെ. അത് വളരെ സത്യമാണ്. അത് അതിൻ്റെ കൂടെ ആരൊക്കെ പണി ചെയ്തിട്ടുണ്ടോ, കൂടെ ആരൊക്കെ പണി ചെയ്യുന്നുണ്ടോ, അവർക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് അറിയാം. നമുക്ക് ഏത് വിധം ഒരു പ്രശ്നം തന്നിട്ടില്ല. പൈസയുടെ കാര്യത്തിനോ ഡിസിഷൻ എടുക്കാനുള്ള സമയം തരിക, വേരിയസ് ഡിസൈൻസ് തരിക, എല്ലാം കൊണ്ടും വളരെ തൃപ്തിയായിരുന്നു. നമ്മൾ ഫാമിലി ആയിട്ട് വർക്ക് ചെയ്യും. അതെ, നമ്മൾ ഒരു കോൺട്രാക്ടർ ക്ലയന്റ് ആ രീതിക്കല്ല, നമ്മളൊരു ഫാമിലി ആയിട്ടാണ് നമ്മൾ. സുധിയുടെ ഫാമിലി ഇപ്പോൾ വയനാടാണ് സുധിയുടെ വീട്. അവരെ വീട്ടുകാരായിക്കോട്ടെ, നിങ്ങളുടെ ബ്രദേഴ്സ് ആയിക്കോട്ടെ, നമ്മളൊരു ഒരു റിലേഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് വന്നത്. ഞങ്ങളൊരു ചെറിയ ഫാമിലിയാണ്. 2 കുട്ടികളും വൈഫുമുള്ള ചെറിയൊരു ഫാമിലിയാണ്. അപ്പോൾ ഞാൻ പാലക്കാട്ടുകാരനാണ്. നെന്മാറ അയിലൂരാണ് എൻ്റെ സ്വന്തം രാജ്യം. വൈഫ് വയനാടാണ്. ഇത് 2 കുട്ടികളുണ്ട്. രണ്ടാളും പിന്നെ ഇവിടെ ഭാരത് മാതാ പാലക്കാടിലെ ചന്ദ്രനഗറിലാണ് പഠിക്കുന്നത്. ഒരാൾ +1 കൊമേഴ്സിനും ഒരാൾ 6th പഠിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്ന് പാലക്കാടിലേക്കുള്ള ഒരു മാറ്റം എന്താ പറയുക, വലിയൊരു ഇതായിരുന്നു. പക്ഷേ ഇവിടെ എത്തി ഈ വീടുമായിട്ട് ഇഴകിച്ചേർന്നപ്പോൾ എൻ്റെ മനസ്സിലുള്ള അങ്ങനെയുള്ളൊരു കൺസെപ്റ്റാണ് ഇതിൽ ഫുള്ള് വന്നിട്ടുള്ളത്. എസ്പെഷ്യലി ഈ ഒരു ഫ്രണ്ട് വ്യൂ, ഈ ഒരു L ഷേപ്പ് വരാന്ത എന്നൊക്കെ പറയുന്നത് വന്ന് നല്ലൊരു ഐഡിയ തന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വര ഇതൊന്ന് പ്രാവർത്തികമായിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. പക്ഷെ അത് വളരെയധികം എന്താ പറയുക എഫേർട്ട് എടുത്ത്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള വർക്കുകളിൽ അങ്ങനെ കണ്ടിട്ടില്ല. ബട്ട് ഇത് ഈ ഒരു എവിടുന്ന് നോക്കിയാലും ഉള്ള ഈ ഒരു വ്യൂ, വീടിൻ്റെ ഒരു വലിയൊരു അതിന് ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വ്യൂവിനെ, അതിൻ്റെ ഭംഗിയായാലും അതൊരു സ്ട്രക്ചർ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ നിന്ന് പോവില്ല. ഒരിക്കലും ഈ വീട് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം
അത് മനസ്സിലെന്നും തങ്ങി നിൽക്കും. അതേമാതിരി പ്ലാന്റെ കാര്യം പറയുകയാണെങ്കിൽ അതെ, പ്ലാന്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് പ്ലാൻ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായി. ഞങ്ങൾ കുറേ വരയ്ക്കേണ്ടി ആവശ്യം വന്നില്ല. ഫസ്റ്റ് ഒരു വ്യൂവിൽ തന്നെ ആദ്യം തന്നെ നമ്മുടെ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനത്തെ വീട് റൂമുകളാണ്, എത്ര റൂം വേണം, എങ്ങനെയാണ് നിങ്ങളുടെ ഐഡിയ എന്താണെന്ന് ചോദിച്ചു. ഞങ്ങൾ സാധാരണയായിട്ട് ചുമ്മാ പറഞ്ഞു 2 റൂം വേണം, ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂം വേണം, ഒരു കോർട്ട്യാർഡ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും, ഒരു കുട്ടികളൊക്കെ കുറച്ച് വായനാശീലമുള്ള കുട്ടികളാണ്, അപ്പോൾ ലൈബ്രറി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും എന്നൊക്കെ നമ്മുടെ തോന്നിയതൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്തു. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്കൊരു പ്ലാൻ തന്നു. ആ പ്ലാനിൽ തന്നെ നമ്മൾ എന്താ പറയണ്ടത്, ഫസ്റ്റ് പ്ലാൻ ലോക്കായി പോയി. പിന്നീട് അതിന് ഒരു മാറ്റവും വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. അതുമാതിരി തന്നെ മതി എന്ന് ഞങ്ങൾ പറയായിരുന്നു. അപ്പം ഒരു കസ്റ്റമറിന്റെ അല്ലെങ്കിൽ ക്ലയന്റിന്റെ മനസ്സ് എന്താണെന്ന് അറിയാൻ എനിക്ക് തോന്നുന്നു BP ഡിസൈൻ ദി ബെസ്റ്റ്. ഈ വീട് ഉണ്ടാക്കി ഞങ്ങൾ താമസം തുടങ്ങി മഴക്കാലം തുടങ്ങിയ സമയത്താണ് ഈ വീടിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഞാൻ ആസ്വദിച്ച് തുടങ്ങിയത്. സത്യത്തിൽ ഞാൻ രാവിലെ നീച്ച് ഇറങ്ങി വരുമ്പം ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ ഉണ്ട്. ഞങ്ങൾ ഈ തോട്ടത്തിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല, അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സലീംക്ക് അതിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തോട്ടം കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം, അത് ഒരു കപ്പ് കോഫിയും എടുത്തിട്ട് ഇങ്ങോട്ട് വന്ന് ഇരുന്ന് കാണുമ്പം ഇത്തിരി നനയ്ക്കുമ്പം ഇതൊക്കെ മനസ്സിന് വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ്. അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വീട് കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം, ഇത്രയും വലിയൊരു സ്വപ്നം, അതും ഇത്രയും വളരെ മനോഹരമായിട്ട് ഈ ഒരു ലൊക്കേഷൻ അനുസരിച്ചിട്ട് സലീംക്ക ചെയ്ത് തന്നത്. അപ്പോൾ എന്നും ഞാൻ ആലോചിക്കും സലീംക്ക എത്ര നന്നായിട്ട് ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ ഇത് എപ്പോഴും എന്നും ഞാനിത് കാണുമ്പോൾ സലീംഖാൻ ഓർക്കും, മനസ്സിൽ എപ്പോഴും ഒരു നന്ദി ഉണ്ടാവാറുണ്ട്. കാരണം ഞങ്ങളുടെ ആഗ്രഹം ഇത്രയും എഫക്റ്റീവായിട്ട് ചെയ്ത് തന്നതിന് ഒരുപാട് താങ്ക്സ് സലീംക്ക. ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ എൻട്രി ഏരിയ. ഞാൻ പുറത്തായതുകൊണ്ട് വീട്ടിൻ്റെ സേഫ്റ്റി സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലത്തെ എല്ലാ ഡോറും സ്റ്റീൽ ഡോറാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ ഇതിൽ നമുക്ക് പുറത്തുനിന്ന് വരുന്നവരെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാമറയും മറ്റെല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇതിൽ 18 ബുള്ളറ്റ് ടൈപ്പാണത്. അകത്ത് ലോക്ക് ചെയ്യുന്ന പോലെ തന്നെ ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത് നമുക്ക് വേണ്ടിയിട്ട്. ഇത് എൻട്രിയാണ്. ഇവിടെ നിന്നാണ് ഉള്ളിൽ വീട്ടിൽ വരുന്ന പാത്ത് വേ. ഇതാണ്. ഇവിടുന്ന് വരുമ്പോൾ നല്ലൊരു ഏരിയയാണ്, നമ്മുടെ ഹാളാണ് വരുന്നത്. ഇവിടെ വിക്ടോറിയയുടെ വാച്ച് തന്നിട്ടുണ്ട്. സ്ക്വയർ ടൈപ്പാണ്, ഇത് എവിടെയും കിട്ടില്ല. നിങ്ങൾ എല്ലാ സ്ഥലത്തും റൗണ്ട് ടൈപ്പായി കാണാൻ പറ്റുള്ളൂ. നമുക്ക് വേണ്ടി തിരഞ്ഞു പിടിച്ച് കൊണ്ടുവന്നതാണിത്. ഇവിടെ വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഹാൾ ഏരിയ, ഇതിൻ്റെ കൂടെ തന്നെ ഒരു പൂജ ഏരിയ തന്നിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം സിമ്പിളാക്കി തന്നിട്ടുണ്ട്. ഇവിടെ ഒരു സ്ക്വയർ ടൈപ്പിൽ നമുക്ക് സോഫ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതെല്ലാം നല്ല ഭംഗിയായിട്ടും കളർ മാച്ചിങ്ങും എല്ലാം കൊണ്ടും ഭംഗിയായിട്ടുണ്ട്. പിന്നെ TV യൂണിറ്റിനെ സംബന്ധിച്ചോളം ഇത് ടിൽറ്റിംഗ് ടൈപ്പാണ്. ഇപ്പോൾ ഹാളിൽ ഉള്ളപ്പോൾ ഹാളിലിരുന്ന് കാണാം. വൈഫ് തന്നെ കുക്കിംഗ് സമയത്ത് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റബിളാണിത്. ഇങ്ങനെ ടിൽറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും കാണാൻ പറ്റുന്ന രീതിക്കാണ് നമുക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. പിന്നെ ഈ പാനലിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സുധീഷിൻ്റെ മികവാണിത്. നല്ലൊരു ഡിസൈൻ പാനലിങ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കളർ മാച്ചിങ് ചെയ്തത് സുധീഷിനെ സമ്മതിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്ലസൻറ്റ് കളേഴ്സാണ് എല്ലാ ഭാഗത്തും നമുക്ക് വേണ്ടി സജക്റ്റ് ചെയ്തതും. പിന്നെ അതുപോലെ എൻട്രി പോയിന്റിൽ വരുമ്പോൾ ഇവിടെ ഒരു നല്ലൊരു ഏരിയ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു മെറ്റൽ ആർട്ടിൻ്റെ ഒരു പെൻഡിങ് ഉണ്ട്. അത് ഇപ്പോഴും സെലക്ട് ചെയ്തിട്ടില്ല. അത് എൻ്റെ സൈഡിൽ നിന്നാണ്. ഞാൻ സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടുന്ന് ഈ ഭാഗത്തിൽ വരുമ്പോഴാണ് നമുക്കൊരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഈ ഡൈനിങ് ഏരിയയുടെ സെയിം റൈറ്റ് സൈഡിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോർട്ട്യാർഡും ലൈബ്രറിയും വരുന്നുണ്ട്. ഡൈനിങ് സംബന്ധിച്ചോളം ഞങ്ങൾ ചെറിയൊരു ഫാമിലി ആയതുകൊണ്ട് തന്നെ അതിന് കോമ്പാക്റ്റ് ആയിട്ടുള്ള പോലെ നല്ലൊരു ഡൈനിങ് ടേബിളും അതിനൊത്ത ചെയറുകളും തന്നിട്ടുണ്ട്. ഡിസൈൻസ് ഇതെല്ലാം സെലക്ട് ചെയ്തതും ഹെൽപ്പ് ചെയ്തതും എല്ലാം സുധീഷാണ്.
നമ്മുടെ ഇൻറ്റീരിയർ ചെയ്യുന്ന ഗ്രൂപ്പാണ്. ഞങ്ങൾ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ പറഞ്ഞത് മിനിമലാണ് ഞങ്ങളുടെ ആഗ്രഹം, ഒരുപാട് ഇത് വേണ്ടാന്ന്. പക്ഷെ അത് വളരെ മിനിമലും എന്നാൽ അതിലേറെ ക്ലാസി ലുക്കും ആക്കി തന്നത് ശ്രുതീഷും. അതിൻ്റെ ഒരുപാട് ഐഡിയാസും സലീംക്കയും തന്നിട്ടുണ്ട്. അതെ, ഇതിൻ്റെ പുറകെ സലീംക്ക തന്നെ. ഡൈനിങ്ങിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നതാണ് നമുക്ക് കോർട്ട്യാർഡിൻ്റെ ഡിസൈൻ കുറച്ച് വേറെ ഡിസൈനായിരുന്നു ആദ്യം ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ സലീംക്ക പറഞ്ഞത് ഡിസൈൻ അനുസരിച്ച് നമുക്ക് ഇവിടെ ഒരു ക്ലോസർ ആയിരുന്നു ആദ്യം ഞാൻ പറഞ്ഞത്. പിന്നെ സലീംക്ക പറഞ്ഞത് ഇത് പറ്റില്ല, ഇത് ഫുള്ള് ഓപ്പൺ ചെയ്തിട്ട് ലൈബ്രറിയും കോർട്ട്യാർഡും ലിങ്ക് ചെയ്തിട്ട് ഒരു നല്ലൊരു സ്പേസ് ആക്കി തന്നു. കുട്ടികൾക്ക് കുറേ ബുക്കുകളുണ്ട്, വൈഫായാലും ഞാനായാലും കുട്ടികളായാലും കുറേ ബുക്കുകൾ വായിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒതുക്കി വെക്കാനും കാണാൻ ഭംഗിയുള്ള രീതിക്കും വേണം പറഞ്ഞതുകൊണ്ട് കോർട്ട്യാർഡും ഇതും കൂടി ലിങ്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു സ്പേസ് തന്നിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് ഇത് ഒതുങ്ങി നിൽക്കുകയും ചെയ്യുന്നുണ്ട്, വായിക്കാനും എല്ലാത്തിനും സൗകര്യമായിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്കുള്ള സ്പേസ് ഇഷ്ടം പോലെ ഇവിടെ തന്നിട്ടുണ്ട് വായിക്കാനുള്ളത്. ഇനി ഒരു നേരം ഈവനിങ് ടീ ടൈം ഒക്കെ ഞങ്ങൾ ഇവിടെയാണ് ഇരിക്കാറ്. പിന്നെ മോൾ ആർട്ട് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യത്തിന് എൻ്റെ മൂത്ത ആൾ വന്നിട്ട് ആർട്ട് നന്നായി ചെയ്യും, ക്രിയേറ്റിവിറ്റി കുറച്ച് കൂടുതലുള്ള ആളാണ്. പിന്നെ സ്കൂൾ സംബന്ധമായിട്ടുള്ള പ്രോജക്ട്സ് ഒക്കെ ചെയ്യാനുള്ള ഒരു ഏരിയയും ഒരു എന്താ പറയുക എല്ലാം കൊണ്ടും ഒരു എന്താ പറയുക അവർക്ക് വളരെ അധികം കംഫർട്ടബിൾ ആയിട്ടുള്ള മക്കൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു സ്പേസും കൂടെയാണ് ഇത്. അവർ പഠിക്കുന്നതും ഒക്കെ ഇവിടെ തന്നെയാണ്. അവരുടെ സലീംക്കയുടെ അടുത്ത് എൻ്റെ 2 കുട്ടികളും പേഴ്സണലായിട്ട് ചോദിച്ചത് അതാണ്, നല്ലൊരു ലൈബ്രറി വേണം, ഇരുന്ന് വായിക്കാനും അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഉള്ള ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സലീംക്ക അത് അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ സീലിങ്ങിനെ സംബന്ധിച്ചോളം നമ്മുടെ ആദ്യത്തെ പ്ലാനിങ്ങിൽ ഗ്ലാസ് ആയിരുന്നു നമ്മുടെ സീലിങ്, OTS ആയിരുന്നു. പക്ഷേ സലീംക്ക തന്നെ പിന്നീട് പറഞ്ഞു അത് വേണ്ട, ഇവിടുത്തെ ചൂട് പാലക്കാട് കുറച്ച് ചൂട് കൂടുതലാണ് നോർമലായിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിയിട്ട് നമുക്ക് കോൺക്രീറ്റ് ആക്കിയിട്ട് ഇതിന് നാച്ചുറലായിട്ട് അതുപോലെ തന്നെ നിർത്തി. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഇത് കാണുമ്പോൾ നമുക്ക് നല്ലൊരു ആംബിയറാണ് ഇവിടെ ഇരുന്ന് നമുക്ക് വായിക്കാനും ചെറിയൊരു ടീ ടൈമിനും അടിപൊളിയായിട്ടുണ്ട്. ഇത് വലിയൊരു വിൻഡോ തന്നതുകൊണ്ട് നമുക്ക് നല്ല വ്യൂ ആണ്. അതെ അതെ, വളരെ വലിയ നല്ല കാറ്റും വെളിച്ചവും എല്ലാം കയറി വരുന്ന ഏരിയയാണ്. പിന്നെ പകൽ ടൈമിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു സൂര്യപ്രകാശം മാത്രം കടന്നു വരുന്ന ഒരു ടൈമുണ്ട്. നല്ലൊരു ഇതാണ് ആ ടൈം, നല്ല രസമാണ് കാണാൻ. എൻ്റെ ലൈഫിൽ ഒരു ഡേയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ് അടുത്തത് കിച്ചണാണ്. ഞാൻ ഏറ്റവും ആഗ്രഹിച്ചത് കിച്ചൺ എങ്ങനെയാണെന്നുള്ളത് ഞാൻ സലീംക്കയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കിച്ചൺ വേണമെന്ന്. കാരണം കിച്ചൺ വന്നിട്ട് എനിക്ക് വർക്ക് ഏരിയ തനിയെ വേറൊരു കിച്ചൺ തനിയെ അങ്ങനെ വേണ്ട, എല്ലാം കൂടെ ഒറ്റൊരു കിച്ചൺ, സിംഗിൾ കിച്ചൺ, അതിലെല്ലാ സൗകര്യങ്ങളോട് കൂടി വേണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് വളരെ മനോഹരമാക്കിയിട്ട് പിന്നെ അതുമാതിരി ഒരു ഓപ്പൺ കൺസെപ്റ്റായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ അതിനൊരു സെപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഗ്ലാസ് ഡ്രോവറും കൂടെ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു കിച്ചണാണ്. നല്ലൊരു കളർ കോമ്പിനേഷൻ, വളരെ ലൈറ്റായിട്ട്, വളരെ എന്താ പറയുക മനസ്സിനൊരു കുളിർമയാണ് കിച്ചണിൽ കയറുമ്പോൾ. അങ്ങനെ നീറ്റായിട്ട് വേണം എന്നുള്ളത് ആഗ്രഹമുണ്ട്. അപ്പോൾ കളറ് അതിനനുസരിച്ച് അവർ സെലക്ട് ചെയ്ത് തന്നു. പിന്നെ നമുക്ക് വർക്ക് ഏരിയ ആയിട്ടില്ല, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ്. ഒരു ഏരിയയിൽ വന്നിട്ട് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, പിന്നെ ഗ്രൈൻഡർ, അങ്ങനെയുള്ള ക്രോക്കറി ഐറ്റംസ് അങ്ങനെയുള്ളതാണ്. പിന്നെ ഇതിൽ ഏറ്റവും എടുത്തതൊക്കെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ ഭാഗത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നോക്കിയിട്ട് ആരാണ് എന്താണെന്നൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഒരു മോണിറ്ററും കൂടെ ഇതിലുണ്ട്. ഇവിടുന്ന് എനിക്ക് ഗേറ്റ് തുറക്കാൻ പറ്റുന്ന ഓട്ടോമേഷൻ്റെ ഭാഗത്ത് എനിക്ക് തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന വിധത്തിൽ ഉള്ള ഇതാണ്. എനിക്ക് ഇവിടുന്ന് വ്യൂ ചെയ്യാൻ പറ്റും ആരാണ് വന്നത് എന്താണ് എന്നൊക്കെ ഉള്ളത് പറ്റും. അപ്പം ഇവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ബാർ കൗണ്ടറാണ്. അതിൻ്റെ ഏറ്റവും രസം അതിൻ്റെ ചെയറാണ്. നമ്മൾ ചെയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് സലീംക്ക അയച്ചു തന്നു. പക്ഷെ അതിൽ ഒരുപോലെ സലീംക്കയ്ക്കും ഞങ്ങൾക്കും ഇഷ്ടമായ ഒരു കളർ, അത് ആക്ച്വലി അടുക്കളയുടെ തീം കളറിന് മാച്ചായിട്ടൊരു ചെയർ കിട്ടുകയും ചെയ്തു. പിന്നെ ഏറ്റവും ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇവിടെ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഒറ്റയ്ക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് എപ്പോഴും ഫുൾ ടൈം ഇതിൽ തന്നെ അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടിൽറ്റിംഗ് യൂണിറ്റാണ് TV-യുടെ. അത് ഇങ്ങനെ അങ്ങ് തിരിച്ചു അങ്ങ് വയ്ക്കും. ഇതിൽ പാട്ട്, എന്തെങ്കിലും സിനിമ എന്തെങ്കിലും വെച്ച്
ഞാൻ എൻ്റെ പണി സുഖമായിട്ട് ഇവിടെ ഇരുന്ന് ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക തന്നെയാണ് തന്നെയാണെന്നുള്ള എൻ്റെ ഒന്നും ഒരു ഇഷ്യൂസും ഇല്ല. നല്ല ഹാപ്പി ആയിട്ടാണ് കുക്കിങ്. പിന്നെ കിച്ചണിനെ സംബന്ധിച്ച് എല്ലാ സൗകര്യങ്ങളും തന്നിട്ടുണ്ട്. കാണുമ്പോൾ ഈ ഒരു ഏരിയ ചെറുതാണെന്ന് തോന്നുമെങ്കിലും വളരെ സൗകര്യവും എന്നാൽ കൺജസ്റ്റ് അല്ലാത്ത രീതിയിലുമാണ് സലീംക്ക ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. പിന്നെ ഏറ്റവും ഇവിടെ എടുത്തു പറയാനുള്ളത് ടോൾ യൂണിറ്റ് ആണ്. ഇത് നമ്മളിങ്ങനെ പുള്ളി ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്ന തരത്തിലാണ് യൂണിറ്റ്. പിന്നെ ഹോബായാലും അടുപ്പായാലും എല്ലാം എന്താ പറയുക വളരെ ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് അവർ പ്രൊവൈഡ് ചെയ്തത്. ഒന്നിലും ഒരു കോംപ്രമൈസും സലീംക്ക കാണിച്ചിട്ടില്ല. എല്ലാം പെർഫെക്റ്റ്, വളരെ ക്വാളിറ്റി ലെവലിൽ നോക്കിയിട്ട് തന്നെയാണ് സലീംക്ക ഞങ്ങൾക്ക് എല്ലാം ചെയ്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്താ വെച്ചാൽ കിച്ചണിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ഹാർഡായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്കൊക്കെ പണ്ട് തോന്നി. പക്ഷെ ഇപ്പം എനിക്ക് കിച്ചൺ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം കിച്ചൺ ഹാള് എല്ലാം കണക്ട് ചെയ്യുന്ന ഈ പിന്നെ ഡൈനിങ് ഏരിയ വഴിയാണ്. ഞങ്ങൾ പിന്നെ പ്ലാൻ പറയുന്ന സമയത്ത്, നമുക്ക് റിക്വയർമെൻറ്റ്സ് പറയുന്ന സമയത്ത് ഞാൻ സലീംക്കനോട് പറഞ്ഞ ഒരു കാര്യം, എനിക്ക് നമ്മളെ പേഴ്സണൽ സ്പേസ് ഐ മീൻ ബെഡ്റൂം ഇത് തനിയെയും അതായത് കിച്ചൺ ഹാള് ഇതൊക്കെ വേറെ ഭാഗമായിട്ട് വേണം. കാരണം ഞാൻ വളരെയധികം പേഴ്സണൽ ലൈഫിന് വളരെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പം വന്ന പാടെ ബെഡ്റൂമിലേക്ക് വരുന്ന രീതിയിലുള്ള വ്യൂ പാടില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഇത് പറഞ്ഞത്. കാരണം പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള വീടുകളിൽ ചെല്ലുമ്പോൾ തന്നെ നേരെ ഇടിച്ചു കയറി ബെഡ്റൂമിലേക്ക് വരുന്ന ഒരു പ്രവണത ഉണ്ട്. എനിക്കത് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ സലീംക്കനോട് പ്രത്യേകം പറഞ്ഞിരുന്നു എനിക്കത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേണം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്ലാനിൽ അദ്ദേഹം കിച്ചണും ഹാളും ഒരു ഏരിയയും പിന്നീട് മറ്റൊരു സെക്ഷനിൽ ബെഡ്റൂംസും എല്ലാം ഇങ്ങനെ വന്ന് അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഡൈനിങ് ഹാള്. ഇവിടെ നിന്ന് നമുക്ക് വരുന്നത് ഒരു കോമൺ വാഷ് ഏരിയ ഉണ്ട്. അത് ഒരു ഹൈഡിങ് രീതിയിലാണ്, പെട്ടെന്ന് കാണില്ല. ഞാൻ പറഞ്ഞിരുന്നു സലീംക്കനോട് ഈ വാഷിങ്ങിൻ്റെത് വന്ന് പെട്ടെന്ന് കാണാൻ പാടില്ല, എന്നാൽ നല്ല അട്രാക്റ്റീവായിട്ട് വേണമെന്നും പറഞ്ഞു. ഈ വാഷ് ഏരിയയ്ക്ക് പാരലായിട്ട് നമുക്ക് ഒരു ഹൈഡിങ് സാധനമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാനലിംഗ് ഒക്കെ ചെയ്തതുകൊണ്ട് ഇത് സത്യത്തിൽ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഇതൊരു സലീംക്കൻ്റെ ഒരു തനി ഐഡിയ ആണ്. അത് ശ്രുതീഷ് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈഡിങ് കോമൺ വാഷ് ഏരിയ. ഇത് പിന്നെ വളരെ സ്മോളാണ്, എന്നാൽ അത്യാവശ്യം നമുക്ക് സ്പേഷ്യസും ആണ്. നമുക്ക് പുറമേ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ളൊരു അത്യാവശ്യത്തിനാണെങ്കിൽ പോലും ഇതാണ് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് വളരെ ഒരു നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻഡിൽ നമുക്ക് 2 ബെഡ്റൂം വരുന്നുണ്ട്. ഈ സൈഡ് കാണുന്നതാണ് നമ്മുടെ കിഡ്സിൻ്റെ ബെഡ്റൂം, ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കാണാം. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമും അതല്ലാതെ ബാക്കി 2 ബെഡ്റൂമുണ്ട്. എല്ലാ ബെഡ്റൂമും ഒരേ സൈസാണ് തന്നിട്ടുള്ളത്. 12x14 ആണ്. സൈസസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും, പക്ഷേ എല്ലാ സൈസും മൊത്തത്തിൽ ഇതാണ് വരുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നിട്ടുണ്ട്, നല്ലൊരു പിക്ചർ ആംബിയറായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു ബേ വിൻഡോ ഉണ്ട്, അടിപൊളിയായിട്ടുള്ള ഒരു ബേ വിൻഡോ തന്നിട്ടുണ്ട്. 2 സൈഡും വിൻഡോ തന്നിട്ടുള്ളതുണ്ട്. എയർ സർക്കുലേഷനും അതുപോലെ സൺലൈറ്റിനും നല്ല ഉപകാരമായിട്ടുണ്ട്. പിന്നെ അതുപോലെ നല്ല നീളം കൂടിയ വാർഡ്രോബ് തന്നിട്ടുണ്ട്. സീലിംഗ് ടച്ച് ചെയ്യുന്ന പോലെ രീതിക്കാണ് ചെയ്ത് തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ മുകളിലത്തെ ഡസ്റ്റൊക്കെ പാർട്ടിക്കിൾസൊക്കെ അവിടെ നിൽക്കും പറഞ്ഞതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ സീലിംഗ് ടച്ച് ചെയ്തിട്ടാണ് എല്ലാം ചെയ്തു തന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇന്റർകോമിൻ്റെ ഒരു കണക്ഷനും കൂടെ തന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മക്കൾ വേറെ റൂമിൽ കിടക്കുന്നുണ്ട്, രാത്രി എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് അവർക്ക് ഞങ്ങളെ വിളിക്കാനോ ഞങ്ങൾക്ക് അവരുടെ അടുത്ത് എന്തെങ്കിലും ഇതാക്കാനോ ഒരു ഇന്റർകോം കണക്ഷനും പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെ മാസ്റ്റർ ബെഡ്റൂമിന് ഗ്രീൻ എന്നുള്ളത് ശ്രുതീഷിൻ്റെ സജഷനായിരുന്നു. അതിനും കറക്റ്റായിട്ട് ആപ്റ്റായിട്ടുള്ള കർട്ടൻ്റെ കളേഴ്സും പിന്നെ ശ്രുതീഷ് തന്നെയാണ് സെലക്ട് ചെയ്തത്. അതേ ആ കർട്ടൻ്റെ അതേ ഇത് തന്നെയാണ് ഹെഡ് റെസ്റ്റിനും കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു കമ്പ്യൂട്ടർ ടേബിളും അതിനെ ഒത്ത ഒരു ചെയറും ബാക്കി എല്ലാ സംവിധാനങ്ങളൊക്കെ അവിടെ തന്നിട്ടുണ്ട്. ഒരു വുഡ് പാനലിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന് കണ്ടിന്യൂറ്റി ആയിട്ട്.
ഇപ്പം ബെഡ്റൂമിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാ ബെഡ്റൂമിലും ഞങ്ങൾക്ക് ഇതേമാതിരി വാർഡ്രോബ് വന്നിട്ട് സീലിങ്ങിനെ ടച്ച് ചെയ്യുന്ന തരത്തിൽ വലിയ സ്പേഷ്യസ് ആയിട്ടാണ്. കാരണം ഇതിൻ്റെ ഒരു സെക്ഷൻ വന്നിട്ട് തുണികൾക്കും ഒക്കെ ആണെങ്കിൽ മുകളിലത്തത് വന്നിട്ട് സ്റ്റോറേജിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഹൈറ്റിൽ, എന്നാൽ അതിൻ്റെ ഭംഗി ഒരിക്കലും റൂമിൻ്റെ ഭംഗി പോവാതെ തന്നെ നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ഞങ്ങളോട് ചോദിച്ചിട്ട് തന്നെയാണ് അവർ സെലക്ട് ചെയ്തതും ഡിസൈൻ ചെയ്തതും എല്ലാം. പിന്നെ ഇതിന് പാരലായിട്ട് പിന്നെ ഈ ഒരു ബെഡ്റൂം, മാസ്റ്റർ റൂം ആയാലും ശരി, എല്ലാ ബെഡ്റൂമിൻ്റെയും ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേ വിൻഡോ ആണ്. വളരെ ലെങ്തി ആയിട്ടുള്ള വിൻഡോ ആണ്, നമുക്ക് വളരെ വലിയ വിൻഡോ ആണ്. നല്ല ലൈറ്റ് ഈ ഭാഗത്തുനിന്ന് വൈകുന്നേരങ്ങളിൽ, എന്താ വെച്ചാൽ ഇത് പടിഞ്ഞാറ് വശമാണ്, അവിടുന്ന് വൈകുന്നേരങ്ങളിലുള്ള ലൈറ്റ് നല്ല രീതിയിൽ എത്തുന്നതും പിന്നെ നല്ലൊരു വ്യൂ, മറ്റേ സൺസെറ്റിൻ്റെ ആ വ്യൂ വളരെ രസമാണ് ഇവിടെ കാണാൻ. ഈ ബേ വിൻഡോ നല്ല എന്താ പറയുക, നല്ലൊരു കോൺസെപ്റ്റാണ്. കാരണം ഇവിടെ ഇരുന്ന് റീഡിങ്ങിനായാലും കുറച്ച് നേരം ഇരുന്ന് പുറത്ത് റിലാക്സ് ചെയ്യാനും ഒക്കെ നല്ല നല്ല എന്താ പറയുക, നല്ല വീതിയുണ്ട്. വീതിയും നീളവും മൊക്കത്തിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബേ വിൻഡോ ആണ്. ഇതിന് അടുത്തായിട്ട് തന്നെ ഒരു ഡ്രസ്സിങ് ടേബിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിറർ യൂണിറ്റ് വന്നിട്ട് എനിക്ക് ലെങ്തി വണ്ണം തന്നെ വേണം, ഷോർട്ടായിരിക്കരുത്. നമ്മളുടെ ഒരു സൈസ് ഫുള്ള് കവർ ചെയ്യുന്ന തരത്തിലുള്ള മിറർ യൂണിറ്റ് തന്നെ വേണം. അതിന് ഇതായിട്ട് ഒരു ഡ്രോവറും വേണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളുടെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈഡിങ് ഡെയിലി യൂസേജ് ആയിട്ടുള്ള നമ്മളുടെ ഇപ്പം ഡ്രസ്സസ്, ഇപ്പം ഈ ജീൻസ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഡെയിലി യൂസ് വാഷ് ചെയ്യാത്തൊരിതിന്, അപ്പം നമ്മൾ അതിനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തരത്തിലൊരു ഹൈഡിങ് ഇതും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ശ്രുതീഷിൻ്റെ ഐഡിയകളിൽ വരുന്നതാണ്. നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുകയും നമ്മൾ ഓക്കെ എന്ന് പറയുകയും ചെയ്തതാണ്. പിന്നെ ഇതിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു ബാത്റൂമും തന്നിട്ടുണ്ട്. ലെങ്തി ആയിട്ടും നല്ല രീതിക്കും ഒതുക്കത്തിലുള്ളത്, അതായത് അധികം ആർഭാടങ്ങളൊന്നുമില്ല, പക്ഷെ വളരെ നല്ല രീതിയിൽ ടൈൽ സെലക്ഷൻ അതൊന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇവരുടെ. കാരണം ഞങ്ങൾക്ക് ഒരു ടൈൽ സെലക്ഷൻ എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് അത്രത്തോളം ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞങ്ങൾ സമയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ കൂടെ സലീംക്ക് വരികയും അവിടെ വന്ന് ഓരോ ടൈൽസും നോക്കി കളേഴ്സ് ഏതാണ് മാച്ച് ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടമായ കളറ് എല്ലാം നോക്കി അങ്ങനെയാണ് സെലക്ട് ചെയ്തത്. അത് ബാത്റൂമിൻ്റെ ആയാലും ശരി, ബെഡ്റൂംസിൻ്റെ ആയാലും ശരി, ഹാളിൻ്റെ ശരി, ഐഡിയാസ് തന്നു ഞങ്ങൾക്ക്. അങ്ങനെ വീടിനൊരു പ്ലാൻ മാത്രമേ ഒരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിലും ഈ കളറും ഈ ടൈല് ഇന്റീരിയർ എല്ലാം അവര് ശരിക്കും ഒരു അവര് നല്ല ഐഡിയ തന്നിട്ടുണ്ട്. അപ്പൊ ആ ഐഡിയയിൽ നിന്നാണ് നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ട് സജഷൻസ് കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്ത് ഇത്രയും എനിക്ക് പറയാൻ നല്ല മനോഹരമാക്കി തന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ കുരുന്നുകളുടെ റൂം, ഞങ്ങളുടെ മക്കളുടെ റൂമാണ്. 2 പെൺകുട്ടികളാണ്. അപ്പം രണ്ടും ഡിഫറെൻറ്റ് ഏജാണ്. അപ്പം അവർക്ക് 2 സെപ്പറേറ്റ് ആയിട്ട് ചെറിയ ബെഡ് സിംഗിൾ കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവർക്ക് അതിൻ്റെ അടുത്തായിട്ട് തന്നെ സൈഡ് ടേബിൾസും വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റഡി ഏരിയ ആയിട്ട് അവർക്ക് ഒരു സ്റ്റഡി ടേബിൾ അതിന് തന്നെ ഉണ്ട്. ആൻഡ് അതിന് മുകളിലായിട്ട് അവർക്ക് സ്റ്റോറേജിന് അവരുടെ ബുക്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു ക്യാബിൻമാരെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ കബോർഡും രണ്ടാൾക്കും ഒരേ ഡിസൈൻ തന്നെയാണ്, പക്ഷെ 2 ഏരിയയിൽ ഡിഫറെൻ്റ് ആയിട്ട് വുഡ് ഇതൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഈ റൂമിനെ സംബന്ധിച്ച് വലിയൊരു ഏറ്റവും നീളം കൂടിയ ഒരു ബേ വിൻഡോ ആണ്. കുട്ടികളായതുകൊണ്ട് അവർക്ക് അവിടെ ഇരുന്ന് വായിക്കാനും ഹോംവർക്ക് ചെയ്യാനും അവർക്കുള്ള എന്റർടൈൻമെന്റിന് ഏരിയ ആയിരിക്കും. നല്ല ലൈറ്റ് ആണ്, പകൽ ടൈമിലൊക്കെ നല്ല കാറ്റും വെളിച്ചവും ഈ റൂമിലേക്ക് അത്യാവശ്യം വരുന്നുണ്ട്. പൊതുവെ ഈ വീട് ഡിസൈൻ ചെയ്തത് അങ്ങനത്തെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പകൽ സമയത്തായാലും നല്ല വെട്ടവും അതുപോലെ നല്ല കാറ്റും ഒരുപോലെ കിട്ടണ പോലെയാണ് ഈ ഡിസൈൻ മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതൊരു വലിയൊരു ഒരു മൂമെന്റ് ആണ്. ഇത് ഇവിടുത്തെ വാളൊന്ന് എടുത്തു പറയേണ്ടതാണ്. ഹൈലൈറ്റഡ് വാളാണ്. ഇത് പെയിന്റിംഗ് വന്നിട്ട് എന്താണ് സെറാമിക് അങ്ങനെ പറഞ്ഞിട്ട് എന്തോ ഒരു മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ന്യൂ മെത്തേഡാണ്. ഗ്ലിറ്ററിംഗ് ടൈപ്പ് ആണ്. നൈറ്റ് ഒക്കെ ഗ്ലിറ്ററിംഗ് ആവും. ഈ റൂമിൻ്റെ ഒരു തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിങ്ക് ആണ്. ഞങ്ങൾ പെൺകുട്ടികളായതുകൊണ്ട് ഒരു പിങ്ക് കളറാണ് കൊടുത്തത്. അപ്പം അതിന് മാച്ചായിട്ട് ആ വിൻഡോ ഹൈലൈറ്റഡ് വാൾ വന്നിട്ട് പിങ്കും എല്ലാ കൺസെപ്റ്റും മോസ്റ്റ്ലി എല്ലാം എടുത്ത് നോക്കുമ്പോൾ പിങ്ക് തന്നെ ആയിരിക്കും ഇവിടെ എല്ലാ കളേഴ്സും. എന്താ വെച്ചാൽ കുട്ടികൾക്ക് 2 പേർക്കും ഒരുപോലെ ഇഷ്ടമാണ് പിങ്ക് കളറ്. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിങ്ക്
കളർ തീമിനോടാണ് അവർക്ക് താല്പര്യം എന്നുള്ളത്. പക്ഷെ അതിന് ഇതായിട്ട് നമ്മളെ സ്റ്റഡി ടേബിൾ വന്നിട്ട് അതിന് മാച്ചായിട്ട് കുറച്ച് ലൈറ്റ് കളേഴ്സ് പറഞ്ഞപ്പോൾ വൈറ്റാണ് പ്രൊവൈഡ് ചെയ്തത്. ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ചെറിയ ആളുടെ സ്റ്റഡി ടേബിളും ക്യാബിനും പിന്നെ ഇതുമാണ് കബേർഡുമാണ് ഉള്ളത്. ഇതിൽ ഇവർ സ്റ്റഡി ടേബിളിൻ്റെ കൂടെ നല്ല ലൈറ്റിങ്ങും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെപ്പോഴും അത്രത്തോളം ഇതായിട്ട് നീറ്റായിട്ടൊന്നും കൊണ്ട് നടക്കില്ല. നമ്മൾ എത്ര സ്റ്റഡി ടേബിൾ വൃത്തിയായിട്ടും ഇതൊക്കെ കൊടുത്താലും അവരത് കൊണ്ട് നടക്കുന്നത് വളരെ, പക്ഷേ ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്തതുകൊണ്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അതത് സാധനങ്ങൾ നല്ല നീറ്റായിട്ട് അവർ, എനിക്കൊരു എഫേർട്ട് എടുക്കേണ്ടി വരുന്നില്ല, ഞാൻ എന്നെ കൊണ്ടുപോയി ഞാൻ നീറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അവർ തന്നെ അവരെ കാര്യങ്ങൾ നീറ്റായിട്ട് അവർക്ക് കൊടുത്ത സ്പേസിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു മാസ്റ്റർ ബെഡ്റൂമിലെ ഇൻ്റർകോമിൻ്റെ കാര്യം ഇവിടെ ഇവിടെയാണ് ഇൻ്റർകോം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് രാത്രി ഏത് ആവശ്യത്തിനും വേണമെങ്കിലും വന്ന് വിളിക്കാനും എന്നെ വിളിക്കണമെങ്കിൽ ഇതെന്ന് അവർക്ക് വിളിക്കാം. പിന്നെ കബേർഡ് സെയിം തന്നെയാണ് പാറ്റേൺ, ഇതേമാതിരി തന്നെ ലെങ്തി വണ്ണാണ്, റൂഫിനെ ടച്ച് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് കബേർഡ് ഉള്ളത്. മുകളിൽ സ്റ്റോറേജും താഴെ വന്നിട്ട് ഡ്രസ്സസും ഒക്കെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം, ബാത്റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടൈൽസിൻ്റെ സെലക്ഷൻ, അതിലേക്ക് വന്ന പിന്നെ ഈവൻ എന്താ ക്ലോസറ്റ് ആയാലും വാഷിംഗ് ബേസിനായാലും പൈപ്സ് എല്ലാം വളരെ ക്വാളിറ്റി കൂടിയ സാധനങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. അതിൽ ഒരു ന്യൂ ടൈപ്പ് ആയിരുന്നു. അതിനെന്തായിരുന്നു പറയാ, മറ്റേ ഒരു ടൈപ്പാണ് അതിന് റീംലെസ് ആയിരുന്നു ടോയ്ലറ്റ് നമ്മളുടെ. അതുകൊണ്ട് അഴുക്കുകളൊന്നും തങ്ങി നിൽക്കാത്ത വിധത്തിലുള്ള ടോയ്ലറ്റാണ്. ടൈലിൻ്റെ കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ, അതായത് നമ്മളൊന്നും വിചാരിച്ച് നോക്കിയിട്ടില്ല ഇങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ നല്ല കുട്ടികൾക്കുള്ള റൂമിന് ചേർന്ന രീതിയിലുള്ള ഒരു ടൈൽ സെലക്ഷനാണ് ഒരു വാഷ്റൂമിന് വെച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് ചെയ്ത രീതിയും ഒരു ഡിഫറെൻ്റ് ആണ്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് കാൻഡിലിവർ പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡിലാണ് സലീംക്ക ചെയ്ത് തന്നിട്ടുള്ളത്. ചെറിയൊരു ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഒരു ഭാഗത്തിൽ ചെറിയൊരു ലൈറ്റിംഗ് വരുന്ന പോലെയൊക്കെ കൊടുത്തിട്ട് അടിപൊളി, എന്താ പറയണ്ടേ, എനിക്കൊന്നും പറയാനില്ല, അടിപൊളി കളർ കോമ്പിനേഷനും നല്ല രീതിക്ക് ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ് ആണെങ്കിലും എല്ലാം സെലക്ഷൻ്റെ കാര്യത്തിൽ അവരെ ഒരുപാട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒന്നും അമിതമാവാതെ എല്ലാം ലളിതമായിട്ട് നമുക്ക് ഡെയിലി ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിലും അതിന് ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ വീട് നമുക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. ഈ സ്റ്റെപ്പിൻ്റെ ടൈലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കുറേ ആലോചിച്ചു എന്താണ് സെലക്ട് ചെയ്യേണ്ടത്. കാരണം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്ത ടൈൽ വന്നിട്ട് സ്മോഗി ഗ്രീൻ ടൈലാണ്. അപ്പോൾ അതിന് മാച്ചായിട്ടൊരു കളറ് എന്നുള്ള രീതിയിൽ ടൈൽ നോക്കിയപ്പം സ്വല്പം ഗ്രിപ്പുള്ള ടൈപ്പും കൂടെ വേണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വുഡൻ ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്തത്. പക്ഷെ ചെയ്ത് വന്നപ്പം ഈ ഒരു കാര്യം എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഓരോ പാർട്ട് എടുക്കുമ്പോഴും ഭംഗിയുള്ളതാണ്. അങ്ങനെ തന്നെ പറയാം, ആ വാക്കാണ് ബ്യൂട്ടിഫുൾ. അതായത് ഓരോ ഭാഗവും ഭംഗിയുള്ളത് തന്നെയാണ്, സന്തോഷം നൽകുന്ന ഓരോ ഭാഗത്തും നമ്മളെടുത്ത എഫേർട്ട്, അവരെടുത്ത എഫേർട്ട് എല്ലാം അതിൽ കാണാം. നമുക്ക് ആ ഒരു തൃപ്തിയാണ്. നമ്മളും പൈസ മുടക്കിയ ഒരു കാര്യം ചെയ്യുമ്പം അതിൽ അത്രയും രീതിയിൽ അവർ എഫേർട്ട് എടുത്ത് നമുക്കത് ചെയ്തു തരുന്നു എന്ന് പറയുമ്പം അത്രയും സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞങ്ങൾ ഹാപ്പിയാണ്. കാരണം ഇങ്ങനൊരു പ്രോജക്റ്റ് സലീംഖാനെ ഏൽപ്പിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കാരണം ട്രസ്റ്റ്, ആ ഒരു ട്രസ്റ്റ് അദ്ദേഹം പൊളിച്ചിട്ടേ ഇല്ല. ഈ വീടിൻ്റെ താക്കോല് തരുന്നവരെ അത് കീപ്പ് ചെയ്തിട്ടും ഉണ്ട്. അതുകൊണ്ട് വിത്തൗട്ട് എനി ഡൗട്ട്, സത്യം പറയാം, ഒരു ഡൗട്ടും വേണ്ട, സലീംഖയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കാൻ ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. കാരണം ഞങ്ങൾക്ക് അത്രയും തൃപ്തിയായിട്ടുണ്ട് ഈ വീട് പണി. അത്രയും എന്താ വെച്ചാൽ വീടായിട്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടി, ഒരു കംപ്ലൈൻറ്റ് പറയാനില്ല. ഇതിപ്പം നമ്മൾ നിൽക്കുന്നത് അപ്സ്റ്റെയറാണ്. ഇവിടെ ഒരു ബെഡ്റൂമും പിന്നെ ഒരു വലിയൊരു സർപ്രൈസുമാണ്. ആക്ച്വലി സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ, ഇഷ്ടപ്പെട്ട ഇടം, എന്താ പറയുക, അവരേറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ഏരിയ. അത് അവർ മാത്രമല്ല, ഇത് തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പേഴ്സണലി ആഗ്രഹിക്കുന്ന ഒരു വീട് വെക്കുമ്പോൾ നമുക്കും അത് ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും.
മണിയേട്ടൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം കൂടിയായിരുന്നു ഇത് വീട് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് വേണമെന്നും അത് നല്ല രീതിയിൽ തന്നെ വേണമെന്നുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുറന്ന് കാണിച്ചു തരാം, അപ്പം മനസ്സിലാവും. യെസ്, ഒരു മിനി തിയേറ്റർ, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം. ഇവിടെ നല്ല ലൈറ്റിങ്ങും എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. 5 സീറ്റാണ് മെയിനായിട്ട്. 2 റിക്ലൈനർ ടൈപ്പും 3 നോർമൽ ടൈപ്പുമുള്ള സെറ്റപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ പോൾക്കയുടെ സ്പീക്കറും 100 സ്ക്രീനും വലിയ സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കുള്ള എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്കെല്ലാം ഒരുവിധം എല്ലാ കണക്ഷൻസും ഉണ്ട്. അവരുടെ പ്ലേ സ്റ്റേഷൻ വരെ ഇവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വലിയൊരു സ്ക്രീനും ഒക്കെ ആകുമ്പം അവർക്ക് അതൊരു ഞാനും എൻ്റെ മൂത്ത ആളും ഭയങ്കര സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചൊരു ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അങ്ങനെ എല്ലാ സിനിമകളും വിടാതെ കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസാണ്. വീക്കെൻഡിൽ ഞങ്ങൾക്ക് സാറ്റർഡേസ് ആൻഡ് സൺഡേസ് ഞങ്ങൾ മൂവി ഞങ്ങൾക്ക് നിർബന്ധമാണ്. എന്ത് സിറ്റുവേഷൻ ആയാലും ശരി ഞങ്ങൾ അതൊക്കെ മാറ്റി വെച്ച് മൂവി കാണുന്ന ആൾക്കാരാണ്. പിന്നെ എന്താ പറയുക, ഇത് ഒരു വേറൊരു ലോകമാണ് സത്യത്തിൽ. ഇത് എന്താ പറയുക, ഇന്നത്തെ ജനറേഷൻ്റെ ഒരു എന്താണ് ചില്ല് വൈബ് ഇതൊക്കെയുള്ള വാക്കുകൾ വരുന്ന അവളിടയ്ക്ക് പറയുന്ന കേട്ടോ ഇതൊക്കെ. പക്ഷെ വളരെ എന്താ പറയുക നല്ല രീതിയിൽ ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് എക്സിക്യൂട്ട്. അതെ, കറക്റ്റ്. നമ്മളൊക്കെ എന്താ പറയുക സൗണ്ടിങ് സിസ്റ്റം ഒക്കെ ആയാൽ തന്നെ ശരിക്കും ഒരു തിയേറ്ററിൽ ഇരിക്കുന്ന അതേ രീതി തന്നെയാണ്. നമുക്ക് സ്വന്തമായൊരു തിയേറ്റർ എന്ന് പറയുമ്പോൾ അതൊരു വലിയ എന്താ പറയുക സന്തോഷം തന്നെയാണ്. ഇത് നമ്മുടെ വീട്ടിൻ്റെ 3ാമത്തെയും ഫൈനലായിട്ടുള്ള ഒരു ബെഡ്റൂമാണത്. ഇത് ഗസ്റ്റ് ബെഡ്റൂമായ പറഞ്ഞ ഒരു തീമിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അധികം സാധനങ്ങളൊന്നും വയ്ക്കാതെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റിയ രീതിക്കുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു വാർഡ്രോപ്പും കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ സീലിംഗ് വരെ ടച്ച് ചെയ്യുന്ന പോലെയുള്ള വാർഡ്രോപ്പാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ബേ ഉണ്ട്. പകൽ സമയത്താണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്. നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയത്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് ഇതിന്. പിന്നെ അതേപോലെ ഈ റൂമിൽ മാത്രം നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബാൽക്കണി ഉണ്ട്. അതേപോലെ ബാൽക്കണിയും ഓപ്പൺ ടെറസും അറ്റാച്ച്ഡ് ആണ്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഭാഗത്തും കൂടി നമുക്ക് പോകാൻ പറ്റും. ഈ അപ്പർ സൈഡിൽ നിന്നുള്ള മുകളിൽ നിന്നുള്ള വ്യൂ വളരെ മനോഹരമാണ്. ഫുൾ പാടവും വെള്ളവും ഒക്കെ നിറഞ്ഞ് മഴക്കാലത്ത് അതിമനോഹരമായ ഒരു ദൃശ്യമാണ് സത്യത്തിൽ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. പിന്നെ ഇത് ഗസ്റ്റ് റൂം ആയതുകൊണ്ട് അധികം ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മളൊരു മൈൽഡ് ഗ്രേ കളറാണ് ഇവിടുത്തെ തീം കൊടുത്തിരിക്കുന്നത്. അതിൽ പിന്നെ ഡിസൈൻസും നല്ല വാൾ പെയിൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിനും ഉണ്ട് ഹൈഡിങ് ഹാങ്ങിങ്. ഇത് ഈ വാർഡ്രോബിലും ഉണ്ട് ഹൈഡിങ് ആയിട്ടുള്ള ഏരിയ. പിന്നെ ഇതിൻ്റെ ബാത്റൂമിൻ്റെ ഒരു ടൈൽ സെലക്ഷനും ആ ഒരു ഇതും വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമായ ഒരു ബാത്റൂം ഡിസൈനാണ് ഇത്. കാരണം ചെയ്തു വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട രീതി. കാരണം ആ ഒരു ഗ്രീൻ കളറ് വളരെ ഒരു നല്ല രസമുണ്ടായിരുന്നു. അത് നന്നായി ചെയ്തിട്ടുണ്ട് അവർ. നല്ല ലെങ്തി. പിന്നെ അതേമാതിരി അതെ ഒരു മിറർ യൂണിറ്റും കൂടെ ഉണ്ട്. ഇതും ലെങ്തി 1 തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ലെങ്തി ഇത് തന്നെ വേണമെന്ന് നിർബന്ധം ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒരു ടേബിൾ സെറ്റും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. വുഡൻ പാനലിങ്ങും ഒക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഈ വീട്ടിൻ്റെ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ വീട്ടിനെക്കാട്ടിലും നല്ല ഹൈറ്റിലാണ് ഈ വീട് ഉണ്ടാക്കി തന്നിട്ടുള്ളത് സലീംക്ക. ഒന്നാമത്തെ കാര്യം നല്ല വെട്ടം വേണം, നല്ല വെളിച്ചം വേണം. അതുപോലെ ചൂട് പാലക്കാട് ഭാഗത്ത് നല്ല ചൂടാണ്. ആ ചൂടിനെ നിയന്ത്രിക്കണമെങ്കിൽ ഹൈറ്റ് വലിയൊരു ഘടകമാണ്. അപ്പോൾ അത് മനസ്സിൽ കണ്ട് സലീംക്ക നമ്മുടെ അടുത്ത് ചോദിക്കാതെ സലീംക്കയുടെ സ്വന്തം ഇഷ്ടത്തിൽ അടിപൊളിയാക്കി നല്ല ഹൈറ്റിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സമയത്തായാലും പകൽ സമയത്തായാലും അകത്തെ ചൂട് വളരെ കുറവും. പുറത്ത് നമുക്ക് പിന്നെ പറയുന്നല്ലോ പാലക്കാട്ടിൻ്റെ കാര്യം, അതൊരു വലിയൊരു ഘടകമായിരുന്നു. പിന്നെ ഗേറ്റ് ഓട്ടോമേഷൻ, പിന്നെ സോളാർ പാനൽ ചെയ്ത് തന്നു. 5 കിലോ വാട്ടിൻ്റെ സോളാർ പാനൽ ചെയ്ത് തന്നിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ വാട്ടർ ഓവർഫ്ലോ ചെയ്യുന്നതിനുള്ള ഓട്ടോമേഷൻ ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് പോയിട്ട് മോട്ടർ ഓഫ് ചെയ്യണം, വെള്ളം വേസ്റ്റ് ആകും, അങ്ങനത്തെ ഒരു സംവിധാനം നമുക്ക് ഇവിടെ ഇല്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിക്കോളും. പ്യൂരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതെ, അതിന് തന്നെ ഒരു വലിയൊരു യൂണിറ്റ് വെച്ച് തന്നിട്ടുണ്ട്. കിണറ്റിന്ന് കിണർ കുത്തി ഫുള്ള് ക്യാമറ, ഒരു 12 ക്യാമറ എല്ലാ ഭാഗത്തും, വീട്ടിന്റെ എല്ലാ മുക്കിനും മൂലയ്ക്കും ക്യാമറ. അതെ അതെ അങ്ങനെ ശരിയാണ്. അപ്പോൾ അത് ഒരു ഹോം തിയേറ്റർ, പിന്നെ എന്താ പറയണ്ടത്, ഇത്ര മനോഹരമായ ഒരു വീട്. 4 ബെഡ്റൂം പറഞ്ഞപ്പോൾ നമുക്ക് 4 വേണ്ട, 3 ആക്കിയിട്ട് ഒരു തിയേറ്റർ ആക്കി. എനിക്ക് 2 പെൺകുട്ടികളാണ്, അതേപോലെ അപ്പൊ നമുക്ക് പെൺകുട്ടികളെന്നൊക്കെ പറയുമ്പോ ഭയങ്കര സന്തോഷമാണ്. കാരണം ഏറ്റവും നമ്മളെ കെയർ ചെയ്യുന്ന ആൾക്കാരവര്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരു 3 ബെഡ്റൂം ആക്കി. ആ ഒരു ബെഡ്റൂമിന് പകരം നമുക്ക് ഹോം തിയേറ്റർ ആക്കി എടുത്തു. അതിന് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ രീതിക്ക് നല്ല രീതിക്ക് തന്നെ അത് ഫിനിഷ് ചെയ്തിരുന്നു. പിന്നെ സലീംഖാനെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഇത് ഒപ്പം നടക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ സലീംഖയുടെ സ്വഭാവം എന്താണെന്നുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല ഒരു കോൺട്രാക്ടറെ കിട്ടാൻ ഭയങ്കര പാടാണ്. നിങ്ങൾ കോൺട്രാക്ടർ രീതിക്കല്ല ഞാൻ പറയണത്, അല്ല ഞാനൊരു ഫ്രണ്ട്ലി ആയിട്ട് മൂപ്പരുടെ കൂടെ ഉണ്ടെങ്കിലും കോൺട്രാക്ടർ പറയുമ്പോൾ അതാണ് പുള്ളിയുടെ ബിസിനസ്. പക്ഷേ ബിസിനസ്സായി കാണാതെ നമ്മുടെ സ്വന്തം വീട് പോലെയാണ് എല്ലാ വീടുകളും ഇതുവരെ ചെയ്തു തന്നിട്ടുള്ളതാണ് എൻ്റെ ഉറപ്പ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീട് എടുക്കണ മുമ്പ് 3-4 ക്ലയൻ്റായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരും ഇതേ ഫീഡ്ബാക്ക് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചാൽ അവർ കുറച്ച് കൂടുതലാണ് പറയണമെന്ന്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു. വൺസ് ഞാൻ മൂപ്പരായിട്ട് ഇടപഴകാൻ തുടങ്ങിയതുകൊണ്ടും പിന്നെ ക്യാഷ് ഡീലിങ്ങിലായാലും ശരി, എന്ത് ഡിസിഷൻ എടുക്കാനായാലും ശരി, എല്ലാ ദിവസവും വീഡിയോസ് വരും, എല്ലാ ദിവസവും ഫോൺ കോൾ ഉണ്ടാവും. എന്തിനും ഏതിനും എനിക്ക് ഏത് സമയത്ത് വിളിച്ചാലും ഒക്കെ ഉണ്ടാവും. ഈ വീട് പറയട്ടോ, അത് ദൈവാനുഗ്രഹം എന്ന് പറയാം. ഏറ്റവും നല്ല വീടാട്ടോ. സന്തോഷം. 180 വീട് ചെയ്തിട്ടുണ്ട്. അതില് എന്തുകൊണ്ടും ഈ വീടിന്റെ ഒരു ഇടുപ്പുണ്ടാവില്ലേ, നമ്മൾ തൃശ്ശൂർക്കാരാണ്, തൃശ്ശൂർ പൂരത്തിലൊക്കെ വലിയൊരു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല ഇടുപ്പുള്ള വീടാണ്. അത് ആ ചെരിവ് റൂഫും കാര്യങ്ങളും അതേപോലെ എലിവേഷൻ വന്നു. അടിഭാഗത്തേക്ക് നമ്മുടെ ഗാർഡനൊക്കെ വന്നപ്പോ വീട് ഒരു അമേസിങ് കേട്ടോ. സത്യം സത്യം സത്യം. എനിക്ക് ഒരുപാട്, ഞാനിപ്പോ എന്റെ റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ ഈ വീടിന്റെ മുഴുവൻ വീഡിയോസും കാണുന്ന ആൾക്കാരാട്ടോ. ആഗ്രഹിക്കുന്നുണ്ട്. സന്തോഷം സന്തോഷം. അതുപോലെ തന്നെ വരട്ടെ. ഇക്കൊക്കെ നല്ലൊരു സത്യം സത്യം നല്ലൊരു ഇതാണ്. ഇത് നല്ലൊരു ഹെൽപ്പിംഗ് മൈൻഡാണ്, വേറെ ഒന്നുമല്ല. നമ്മൾക്ക് കോൺട്രാക്ടറിന് ഉപരി കോൺട്രാക്ടർ നമ്മുടെ ബിസിനസ് പാർട്ട്ണറിന് അതൊന്നുമല്ല. ഇവിടെ വന്നിട്ട് നമുക്ക് നല്ലൊരു ഹെൽപ്പിംഗ് മൈൻഡ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉൾക്കൊണ്ട് അതിലെന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഈ വീട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ബേ വിൻഡോ, നമ്മൾ കാണിച്ച ബേ വിൻഡോസ് എല്ലാം ഇത്ര സൈസൊന്നുമല്ല, വളരെ ചെറിയ സൈസായിരുന്നു. ഞാനത് അക്സെപ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇത് സിവിൽ എഞ്ചിനീയറായിട്ട് എനിക്കൊരു ബന്ധമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ സൈസൊന്നും പറയുമ്പോൾ എനിക്കറിയില്ല. പക്ഷേ സലീംഖ വീട് പണി തുടങ്ങിയതിന് ശേഷം സ്പോട്ടിൽ സലീംഖ ഇവിടെ വന്നിട്ട് പറഞ്ഞു ഇത് പറ്റില്ല, ഇതിൻ്റെ ഡബിൾ സൈസ് ആക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല ഇത് എന്തുകൊണ്ടാണ് ഇക്ക പറയണമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ സലീംഖ ചെയ്തോട്ടെ. പക്ഷെ അത് എൻഡിൽ കഴിഞ്ഞ് വരുമ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് സലീംഖ പറഞ്ഞത്. നാളെ തിരിച്ചു പോകുന്ന 3 ഡേയ്സിന് വേണ്ടിട്ട് വന്നാട്ടോ. അപ്പൊ അത് ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു ദിവസം തന്ന ഒരിക്കലും മറക്കാൻ പറ്റില്ല. ജീവിതത്തില് ഞങ്ങൾക്കൊരു ഒരുപാട് കാര്യങ്ങളില് ബിസിനസ് മേഖലയിൽ ഉപരിയായിട്ട് പല കാര്യങ്ങളും ഡിസ്കഷനില് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുന്ന ഒരു കുടുംബാട്ടത്. അപ്പൊ ശ്രുതി ആയിക്കോട്ടെ, അതേപോലത്തെ മണിയണ്ണ ഭായി ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, നമുക്ക് എന്നും കയറി വരാൻ പറ്റുന്ന ഒരു വീടാട്ടോ. അപ്പൊ നമുക്ക് ഈ വീട് കാണിക്കണം, ഇവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റുന്ന വീടാണ്. എന്നാലും ഇനി ഒരുപാട് വർഷങ്ങൾ നിങ്ങളുടെ ബർത്ത്ഡേ കഴിഞ്ഞ ബർത്ത്ഡേ ഇവിടെ ഇതുപോലത്തെ ഒരുപാട് ബർത്ത്ഡേകൾ ആഘോഷിക്കുന്ന ആത്മഹത്യ ആഗ്രഹിക്കണം. എന്തായാലും എല്ലാവർക്കും